ചേർത്തല നഗരത്തിൽ ഏറെ നാളായി അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിനും ഗതാഗത കുരുക്കിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം. ബി.ജെ.പി. പ്രവർത്തകർ ചേർത്തല എം.എൽ.എയും മന്ത്രിയുമായ പി. പ്രസാദിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.പി. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരത്തിൽ ഏറെ നാളായി തുടരുന്ന ഗതാഗത കുരുക്കും യാത്രാക്ലേശവും പരിഹരിക്കാൻ നടപടിയില്ലെന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ എം.എൽ.എ. ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് എം.പി. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നിപ്പോ സമരം ചെയ്യുമ്പോൾ പ്രധാനമായി ഉന്നയിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ റോഡ് ഗതാഗതം അത് താറുമാറായിരിക്കും. ഇവിടെ ഇപ്പൊ മന്ത്രിയോടും എം.എൽ.എയോടും ഒക്കെ നമ്മൾ ചോദിച്ചാൽ, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരോടും ഒക്കെ ചോദിച്ചാൽ പറയുന്നത് അത് ഗ്യാസ് കണക്ഷന് വേണ്ടി കുഴിച്ചതാണ്, കേബിൾ ഇടാൻ വേണ്ടി കുഴിച്ചതാണ്, അല്ലെങ്കിൽ ഓട നിർമ്മിക്കാൻ വേണ്ടി കുഴിച്ചതാണ്. എന്താണ് യാഥാർത്ഥ്യം? നമ്മുടെ റോഡുകൾ വെട്ടിപ്പൊളിക്കുമ്പോൾ PWD ഓണർഷിപ്പിലുള്ള റോഡുകൾ വെട്ടിപ്പൊളിക്കുമ്പോൾ അത് പൊളിക്കുന്നതിന് മുമ്പ് ആരാണോ അതിന്റെ അധികാരി, മുനിസിപ്പാലിറ്റി എങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത്, അല്ലെങ്കിൽ PWD ആണെങ്കിൽ കേരള സർക്കാർ ആണെങ്കിൽ അവരുടെ മുന്നിൽ അനുവാദത്തിന് വേണ്ടി പോകുമ്പോൾ ഏത് ഏജൻസി ആണെങ്കിലും ശരി, ആ തുക അത് പുനർനിർമ്മിക്കാനുള്ള തുക അഡ്വാൻസ് ആയി അടച്ചതിന് ശേഷമാണ് റോഡുകൾ കുഴിക്കുന്നത്. പക്ഷേ റോഡുകൾ കുഴിച്ചാൽ പിന്നീട് അത് ഗതാഗത യോഗ്യമാക്കാൻ പുനർനിർമ്മിക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിലില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ്. നമ്മുടെ മുന്നിൽ റബ്ബർ ചെരുപ്പിട്ടതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ എന്ത് ചെരുപ്പിട്ടാലും ശരി, നിങ്ങൾ എങ്ങനെ നടന്നാലും ശരി, നിങ്ങൾ എന്ത് സംസാരിച്ചാലും ശരി, ജനങ്ങൾക്ക് അർഹതപ്പെട്ട അവരുടെ നികുതി പണത്തിന്റെ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറയാമല്ലോ, മുഹമ്മദ് റിയാസ് ദിവസവും പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട, കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ വിഹിതമാണ്, ജനങ്ങളുടെ നികുതി പണമാണ്. നരേന്ദ്രമോദി പറഞ്ഞോ നികുതി പണമല്ലാന്ന്? നരേന്ദ്രമോദി പറഞ്ഞത് നികുതി പണം തന്നെയാണ്, സാധാരണക്കാരന്റെ നികുതി പണം തന്നെയാണ്. അവന്റെ നികുതി പണം കൊള്ളയടിക്കാൻ സമ്മതിക്കില്ല, അത് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ പറച്ചിൽ കേട്ടാൽ അത് കേന്ദ്രം കൊടുക്കുന്നതല്ല, നികുതി പണമാണ്. ഇവന്മാർ പറയുന്നത് എന്താ? ഇവര് എല്ലാ ദിവസവും റോഡിൽ കൂടെ നടന്ന് ഇവിടെ ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോ ഇവന് ശ്രീധരൻ കിട്ടിയ പണമാണോ? മുഹമ്മദ് റിയാസ് ശ്രീധരൻ കിട്ടിയ പൈസയാണോ? ഇവിടെ ഇടതുപക്ഷക്കാരൻ എല്ലാ ദിവസവും പറയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ളത് അവകാശപ്പെട്ടതാണ്. ഇവര് കേരളത്തിലെ നികുതി പിരിക്കുന്നത് ജനങ്ങൾക്ക് അവകാശമുള്ളതല്ലേ? അതും നിങ്ങൾ കൊള്ളയടിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് പി. കെ. ബിനോയ്, അരുൺ കെ. പണിക്കർ, പി. പ്രസാദ്, ആർ. ഡി. ഉണ്ണി, രതീഷ് പുന്നക്കാടൻ, ആശാ മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബിൻ മീഡിയ, ചേർത്തല.